യുവജനങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ തിരുനാൾ ഇന്ന് ആഗോള കത്തോലിക്ക സഭ ആഘോഷിക്കുമ്പോൾ പിശാചിനെതിരായ പോരാട്ടത്തിൽ അദ്ദേഹം നൽകിയ മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും വീണ്ടും ചർച്ചയാകുന്നു. നരകത്തിലേക്ക് നമ്മെ നയിക്കുന്ന പിശാചിന്റെ കെണികളെക്കുറിച്ച് അദ്ദേഹത്തിന് ലഭിച്ച ദർശനവും പിശാചിനെ നേരിടാനുള്ള നിർദ്ദേശങ്ങളും വിശ്വാസികൾക്ക് ഇന്നും വലിയ പാഠമാണ് നൽകുന്നത്. 1868 മെയ് 3 ഡോൺ ബോസ്കോയ്ക്ക് ലഭിച്ച ഒരു ദർശനം ഏറെ പ്രസിദ്ധമാണ്. മനോഹരമായ പൂക്കൾ നിറഞ്ഞ വഴിയിലൂടെ നടക്കുമ്പോൾ താൻ ഏറെ സ്നേഹിക്കുന്ന യുവജനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കെണികളിൽ കുടുങ്ങി നരകത്തിലേക്ക് വീഴുന്നതായി അദ്ദേഹം കണ്ടു. അഹങ്കാരം, അനുസരണക്കേട്, അസൂയ, അശുദ്ധി, മോഷണം എന്നിവയായിരുന്നു ആ കെണികൾ. ഇതിൽ ഏറ്റവും അപകടകരമായ കെണിയായി അദ്ദേഹം കണ്ടത് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ഭയം കാരണം ശരിയായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന അവസ്ഥയാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ നമ്മെ സഹായിക്കുന്ന ആയുധങ്ങൾ ദൈവം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം തന്റെ ദർശനത്തിലൂടെ വ്യക്തമാക്കി. കൂദാശകൾ, പ്രത്യേകിച്ച് നല്ല കുമ്പസാരം, വിശുദ്ധ കുർബാന എന്നിവയാണ് പ്രധാന ആയുധങ്ങൾ. കൂടാതെ ധ്യാനം, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. ആത്മാക്കളെ രക്ഷിക്കാനുള്ള ഡോൺ ബോസ്കോയുടെ തീവ്ര ശ്രമങ്ങളിൽ അസ്വസ്ഥനായ പിശാച് പലപ്പോഴും അദ്ദേഹത്തെ നേരിട്ട് ആക്രമിച്ചിരുന്നു. രാത്രിയിൽ ഉറങ്ങാൻ സമ്മതിക്കാതെ കട്ടിൽ കുലുക്കിയും ഭയാനകമായ ശബ്ദങ്ങൾ ഉണ്ടാക്കിയും ചിലപ്പോൾ വന്യമൃഗങ്ങളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടും പിശാച് അദ്ദേഹത്തെ ഭയപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പ്രാർത്ഥനയിലൂടെയും ധൈര്യത്തിലൂടെയും അദ്ദേഹം ഇതിനെയെല്ലാം അതിജീവിച്ചു. പിശാചിന്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്താൻ പ്രധാനമായും 5 കാര്യങ്ങളാണ് വിശുദ്ധൻ നിർദ്ദേശിച്ചത്. എപ്പോഴും ജാഗരൂകരായിരിക്കുക, അലസത ഒഴിവാക്കി ജോലിയിലും കാര്യങ്ങളിലും വ്യാപൃതരായിരിക്കുക, പ്രാർത്ഥനയെ പരിചയമായി ഉപയോഗിക്കുക എന്നിവയാണ് അതിൽ പ്രധാനം. കൂടാതെ അടുക്കലടുക്കലുള്ള കുമ്പസാരവും വിശുദ്ധ കുർബാന സ്വീകരണവും ആത്മാവിന് കരുത്തു നൽകുമെന്നും സ്വന്തം കാവൽ മാലാഖയോടുള്ള ഭക്തി വളർത്തണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജീവിച്ചിരിക്കുന്നവർക്ക് തെറ്റുകൾ തിരുത്താനും മാനസാന്തരപ്പെടാനും ദൈവം നൽകുന്ന അവസരമാണിതെന്ന് ഓർമ്മിപ്പിച്ച വിശുദ്ധൻ ആത്മാക്കളുടെ രക്ഷയ്ക്കായി അവസാന ശ്വാസം വരെ പോരാടാനാണ് ആഹ്വാനം ചെയ്തത്.